ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. LSS എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് പാട്ട് പാടിയിട്ട് പുഷ്പം പോലെ പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഏതാണ്? സാരേ ജഹാ സേ അച്ഛാ ഹിന്ദുസിതാ ഹമാരാ ഹം ബുൽബുലേ ഹേ സഖി യെസ്, നമ്മുടെ ദേശഭക്തി ഗാനം, നമ്മുടെ പാട്രിയോട്ടിക് സോങ്ങിന്റെ രചയിതാവ് ആരാണ് ഈ ദേശഭക്തി ഗാനം എഴുതിയത് എന്നാണ് ചോദ്യം. ആരാണ്? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, മുഹമ്മദ് ഇഖ്ബാൽ ആണ് നമ്മുടെ സാരേ ജഹാ സേ അച്ഛയുടെ രചയിതാവ് എന്ന് പറയുന്നത്. പഠിച്ചോ? സിമ്പിൾ അല്ലേ? ഇനി സാരേ ജഹാ സേ അച്ഛ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരും ഓർമ്മ വരണം? മുഹമ്മദ് ഇഖ്ബാലിനെ ഓർമ്മ വരണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, എന്നും നമ്മളെല്ലാവരും കൂട്ടമായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് പറയാറുണ്ട്? നമ്മുടെ നാഷണൽ സോങ് പാടാറുണ്ട് അല്ലേ? ഏതാണ്? ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. യെസ്, അടുത്ത ചോദ്യം ഇത് തന്നെയാണ്. നമ്മുടെ നാഷണൽ ആന്തം ആരാണ് എഴുതിയത്? ആരാണ് നമ്മുടെ നാഷണൽ ആന്തം എഴുതിയത്? ആരാണ്? സിമ്പിൾ അല്ലേ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മുടെ നാഷണൽ ആന്തം എഴുതിയത്. ഓക്കെ, അപ്പൊ നാഷണൽ ആന്തം ജനഗണമന കേൾക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിനെയും അതേപോലെ തന്നെ സാരേ ജഹാ സേ കേൾക്കുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം? മുഹമ്മദ് ഇഖ്ബാലിനെയാണ് ഓർക്കേണ്ടത്. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാം. ഏതാണിത്? ജന്മകാരുണി ഭാരതം കർമ്മമേദിനി ഭാരതം. യെസ്, അപ്പം ആരാണ് നമ്മുടെ മലയാളം പാട്രിയോട്ടിക് സോങ് ആയിട്ടുള്ള ജന്മകാരുണി ഭാരതം കർമ്മമേദിനി ഭാരതം എന്നത് എഴുതിയത്? ആരാണ് ഇത് റിട്ടേൺ ചെയ്തതെന്നാണ് ചോദ്യം. ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി, പി ഭാസ്കരൻ ആണ്. നമ്മുടെ മലയാളം പാട്രിയോട്ടിക് സോങ്ങിന്റെ രചയിതാവ് ആരാണ്? പി ഭാസ്കരൻ ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പാട്രിയോട്ടിക് സോങ് ഏതാണ്? സാരേ ജഹാ സേ അച്ഛ എഴുതിയത് മുഹമ്മദ് ഇഖ്ബാൽ ആണ്. മലയാളം പാട്രിയോട്ടിക് സോങ് ആരാണ്? പി ഭാസ്കരൻ ആണ്. സിമ്പിൾ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ഈ വള്ളം കളി കാണുമ്പോൾ തന്നെ എന്താണ് ഓർമ്മ വരുന്നത്? കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതകതേതേതും കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താരാ തേതും കൊട്ടു വേണം കുയൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതം. യെസ്, അപ്പൊ അടുത്ത ചോദ്യം എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വഞ്ചിപ്പാട്ട് ഏത് കളിയുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് വിനോദമായിട്ടാണ് എന്ത് ചെയ്തത്? റിലേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ഏതാണ് വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരെ ഓർമ്മ വരണം? നമ്മുടെ വള്ളം കളി അല്ലെ? യെസ്, വള്ളം കളിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് പാടാറ്? നമ്മള് വഞ്ചിപ്പാട്ട് പാടാറ്. സിമ്പിൾ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലെ? യെസ്, നല്ലൊരു ബേബി ഇവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് ഏതായിരിക്കും പാട്ട്? ഓമന തിങ്കൾ കിടാവൂ നല്ല കോമള താമര പൂവോ. യെസ്, അപ്പൊ ഓമന തിങ്കൾ കിടാവൂ എന്നിട്ടുള്ള ഗാനം എഴുതിയത് ആരാണെന്നാണ് അടുത്തത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഇരയിമ്മൻ തമ്പിയാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, ഇരയിമ്മൻ തമ്പിയാണ് നമ്മുടെ ഓമന തിങ്കൾ കിടാവ് എന്ന ഗാനം എഴുതിയത്. സിമ്പിൾ അല്ലേ? യെസ്, അങ്ങനെ നമ്മൾ പാട്ട് പാടിയിട്ടതാ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മിസ് ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമ്മുടെ നാഷണൽ ആന്തം ആരാണ് രചിച്ചതെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.